നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ എന്തായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞത്? ഓവ്യൂളായിരുന്നല്ലേ പറഞ്ഞു നിർത്തിയത്. എന്തിനാ പറഞ്ഞു നിർത്തിയതൊക്കെ ഓർമ്മയുണ്ടോ? ഒരു ഫീമെയിൽ ഫ്ലവർ പഠിക്കുന്ന സമയത്ത് ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്തൊക്കെയുണ്ടെന്നാ പറഞ്ഞത്? സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി, ഓവറിക്കകത്ത് ഒവേറിയൻ ക്യാവിറ്റി, ഒവേറിയൻ ക്യാവിറ്റിക്കകത്ത് പ്ലാസെന്റ, പ്ലാസെന്റയ്ക്കകത്ത് ഓവ്യൂള് അല്ലേ? അങ്ങനെയാണ് നമ്മൾ ഏത് പഠിച്ചത്? ഓവ്യൂള് പഠിച്ചത്. ഓവ്യൂളിനകത്ത് എന്താണ്? ഓവ്യൂളിനകത്ത് എംബ്രിയോ സാക്ക് ആണ് അല്ലേ? ഇങ്ങനെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഏതാണ്? എംബ്രിയോ സാക്ക് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. വളരെ പ്രയാസകരമായ ടോപ്പിക്കാണ് എംബ്രിയോ സാക്ക്. നമുക്കത് പറയുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. അത്രയും ശ്രദ്ധയോടുകൂടി ഇരുന്നെങ്കിൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിച്ചതിരിക്കുക. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ബുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ വരുന്ന സമയത്ത് ഇതുവരെയുള്ള എല്ലാ ടോപ്പിക്കും ഞാൻ ചോദിക്കുന്നതായിരിക്കും. അത് യാതൊരു സംശയം വേണ്ട. പ്രത്യേകിച്ച് എംബ്രിയോ സാക്ക് എന്ന് പറഞ്ഞ ടോപ്പിക്ക് മനസ്സിലായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കും. വളരെ പ്രയാസകരമായ ടോപ്പിക്കാണ്. നമുക്ക് എന്ത് ചെയ്യാം? എംബ്രിയോ സാക്ക് പഠിക്കാം. ഓക്കെ ആണല്ലോ? എന്താ പഠിക്കാൻ പോകുന്നത് അറിയാലോ? അപ്പൊ അടുത്ത് എന്താ? ഓവ്യൂള് പഠിച്ചു. ഓവ്യൂളിനകത്ത് എന്തുണ്ടെന്ന് പറഞ്ഞു? എംബ്രിയോ സാക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു എംബ്രിയോ സാക്ക്. അതിനു മുമ്പ് ഓവ്യൂളിന്റെ തുറന്നിരിക്കുന്ന അറ്റത്ത് എന്താണെന്ന് വിളിച്ചത്? മൈക്രോപൈല്. ഓപ്പോസിറ്റ് അറ്റത്തെയോ? ചലാസ അല്ലെ? ഇത്ര നമ്മൾ പഠിച്ചത് ഓവ്യൂളിന്റെ തുറന്നിരിക്കുന്ന അറ്റത്തെ മൈക്രോപൈല്. ഓവ്യൂളിന്റെ ഓപ്പോസിറ്റ് എൻഡിനെ വിളിക്കുന്ന പേരാണെന്ത്? ചലാസ അല്ലേ? അപ്പൊ എന്താ നമുക്ക് നോക്കേണ്ടത്? ഈ ഓവ്യൂളിനകത്തുള്ള എംബ്രിയോ സാക്കാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. എംബ്രിയോ സാക്കിനകത്ത് ആരിപ്പുണ്ട്? എഗ്ഗിരിപ്പുണ്ട്. അപ്പോൾ ഏത് ടോപ്പിക്ക് കഴിയും? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന ടോപ്പിക്ക് കഴിയുന്നു. മെയിൽ നമ്മൾ പോളമീസ് വരെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഫീമെയിലും പഠിക്കുന്നു. അത് തീരുമ്പോ അടുത്ത ടോപ്പിക്കിലോട്ട് പോകും. അപ്പൊ ഇതൂടെ കഴിയുമ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് തീരുവാണ്. എംബ്രിയോ സാക്കിനകത്ത് എഗ്ഗിരിക്കുമ്പോൾ എന്ത് തീരുന്നു? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് തീരുകയാണ്. അപ്പൊ ശ്രദ്ധിച്ചു നോക്കാം. നമുക്ക് എന്താ പറയാൻ പോകുന്നത്? ഈ ഓവ്യൂളിനകത്ത് എംബ്രിയോ സാക്ക് ഫോം ചെയ്ത് വരികയാണ്. ശ്രദ്ധിച്ചു കേട്ടെ. ഓവ്യൂളിനകത്ത് എംബ്രിയോ സാക്ക് ഉണ്ടായി വരികയാണ്. അല്ല, ഓൾറെഡി ഓവ്യൂളിനകത്ത് എംബ്രിയോ സാക്ക് അല്ല. അപ്പൊ നമുക്ക് എന്താ ഇപ്പൊ പഠിക്കേണ്ടത്? ഫോർമേഷൻ ഓഫ് എംബ്രിയോ സാക്ക്. എന്താണ് ഫോർമേഷൻ എന്ന് വെച്ചാൽ? ഉണ്ടാകുന്ന രീതി. എന്തുണ്ടാകുന്ന രീതി? എംബ്രിയോ സാക്കിന്റെ രൂപീകരണം. എംബ്രിയോ സാക്കിന്റെ ഫോർമേഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കുവാൻ പോകുന്നത്. നോക്കാം. എംബ്രിയോ സാക്ക് ഉണ്ടാക്കുവാൻ വേണ്ടി ഇതിനകത്ത്, ഈ ഓവ്യൂളിനകത്ത് മെഗാസ്പോർ മദർ സെൽ എന്ന് പറയുന്ന ഒരു സെല്ലുണ്ട്. എന്താണ് ആ സെല്ലിന്റെ പേര്? മെഗാസ്പോർ മദർ സെൽ, MMC. മെഗാസ്പോർ മദർ സെൽ. ശ്രദ്ധിച്ചു കേൾക്കണേ. ഞാൻ എന്താ പഠിപ്പിക്കുന്നത്? ഓവ്യൂളിനകത്ത് എംബ്രിയോ സാക്ക് ഫോം ചെയ്യുന്ന വിധം. അപ്പൊ എന്ത് പഠിപ്പിക്കുന്നു? ഓവ്യൂളിനകത്ത് ഒരു സെല്ലുണ്ട്. ആ സെല്ലിന്റെ പേരാണ് മെഗാസ്പോർ മദർ സെൽ അല്ലെ? ഈ മെഗാസ്പോർ മദർ സെൽ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഈ മെഗാസ്പോർ മദർ സെൽ ഇതൊരു സെല്ലാണ്. ഡിവൈഡ് ചെയ്തിട്ട് മൊത്തം 4 മെഗാസ്പോറിനെ ഉണ്ടാക്കും. എന്തിനെ ഉണ്ടാക്കുന്നു? 4 മെഗാസ്പോറ്. നമുക്ക് എന്താ പഠിക്കേണ്ടത്? എംബ്രിയോ സാക്ക് എങ്ങനെ ഉണ്ടാകുന്നു എന്നാണ് പഠിക്കേണ്ടത്. അത് ഉണ്ടാകുന്ന വിധം പറയുകയാണ് അല്ലെ? മെഗാസ്പോർ മദർ സെൽ എന്ന് പറയുന്ന സെല്ല് എവിടെ കാണുന്നുണ്ട്? ഓവ്യൂളിനകത്ത് കാണപ്പെടുന്നുണ്ട്. ഒരു മെഗാസ്പോർ മദർ സെല്ല് ഡിവൈഡ് ചെയ്ത് എന്തുണ്ടാകുന്നു? 4 മെഗാസ്പോർ ഉണ്ടാകുന്നു. പേര് തന്നെ ഉണ്ട്, മെഗാസ്പോർ മദർ സെല്ല്. മെഗാസ്പോറിനെ ഉണ്ടാക്കുന്ന മദർ അല്ലെ? എന്താ? മെഗാസ്പോറിനെ ഉണ്ടാക്കുന്ന മദർ സെല്ല്. അപ്പൊ ഒരു മെഗാസ്പോർ മദർ സെല്ല് എത്ര മെഗാസ്പോറിനെ ഉണ്ടാക്കും? 4 മെഗാസ്പോറിനെ ഉണ്ടാക്കും. ഓക്കെ ആണല്ലോ? ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മെഗാസ്പോർ ഫ്രം മെഗാസ്പോർ മദർ സെൽ ഈസ് കാൾഡ് മെഗാസ്പോറോജെനസിസ്. നിങ്ങൾ പഠിച്ചില്ലേ എന്താണ് ജനസിസ് എന്ന വാക്കിന്റെ അർത്ഥം? ഉണ്ടാകുന്ന രീതി അല്ലേ?
ഗ്യാമറ്റോജനസിസ് ഗ്യാമീറ്റ് ഉണ്ടാകുന്ന രീതി, സ്പെർമാറ്റോജനസിസ് സ്പേം ഉണ്ടാകുന്ന രീതി, ഊജനസിസ് ഓവം ഉണ്ടാകുന്ന രീതി, എംബ്രിയോജനസിസ് എംബ്രിയോ ഉണ്ടാകുന്ന രീതി. എങ്കിൽ എന്താണ് മെഗാസ്പോറോജനസിസ്? മെഗാസ്പോർ ഉണ്ടാകുന്ന രീതി. എവിടെ നിന്നുണ്ടാകുന്നു? മെഗാസ്പോർ മദർ സെല്ലിൽ നിന്നും. അപ്പോൾ what do you mean by megasporogenesis? The process of formation of megaspore from megaspore mother cell is called megasporogenesis. ഒരു ഡൗട്ടും വേണ്ട, മെഗാസ്പോർ ഉണ്ടാകുന്ന പ്രക്രിയയാണ് മെഗാസ്പോറോജനസിസ്. ഓക്കെ, നമുക്ക് ഒരിക്കലും മെഗാസ്പോർ അല്ലല്ലോ വേണ്ടത്. മെഗാസ്പോറിൽ നിന്ന് എന്തുണ്ടാക്കണം? എംബ്രിയോ സാക്ക് ഉണ്ടാക്കണം. നമ്മൾ പഠിക്കുന്നത് ഫോർമേഷൻ ഓഫ് എംബ്രിയോ സാക്ക് ആണ്. അതെന്തിനാ എംബ്രിയോ സാക്ക് പഠിക്കുന്നത്? എംബ്രിയോ സാക്കിനകത്താണ് ആയിരിക്കുന്നത്? എഗ് ഇരിക്കുന്നത് അല്ലെ? അതിനു വേണ്ടിയിട്ട് ഓവ്യൂളിനകത്ത് എന്തിരിപ്പുണ്ട്? മെഗാസ്പോർ മദർ സെൽ എന്ന് പറയുന്ന സെൽ ഇരിപ്പുണ്ട്. ഈ മെഗാസ്പോർ മദർ സെൽ ഡിവൈഡ് ചെയ്ത് എത്ര മെഗാസ്പോറിനെ ഉണ്ടാക്കും? 4 മെഗാസ്പോറിനെ ഉണ്ടാക്കും. അപ്പോൾ ഡൗട്ട് വരും, ഈ 4 മെഗാസ്പോറിൽ നിന്നും 4 എംബ്രിയോ സാക്ക് ഉണ്ടാകുമോ എന്ന്? ഇല്ല. ഒരു എംബ്രിയോ സാക്കേ എവിടെ കാണുകയുള്ളൂ? ഓവ്യൂളിനകത്ത് കാണുകയുള്ളൂ. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചിരിക്കട്ടെ. ഒരു എംബ്രിയോ സാക്കേ എവിടെ കാണുകയുള്ളൂ? ഓവ്യൂളിനകത്ത്. അപ്പൊ ചോദിക്കും, ഇപ്പൊ 4 മെഗാസ്പോർ അല്ലേ സാറേ ഉണ്ടായിരിക്കുന്നത്? പക്ഷെ പറയട്ടെ, ആ 4 മെഗാസ്പോറിൽ 3 മെഗാസ്പോർ എന്ത് ചെയ്തു പോകും? നശിച്ചു പോകുന്നു. കേട്ടോ? അപ്പൊ മെഗാസ്പോർ മദർ സെല്ലിൽ നിന്നും ഉണ്ടാകുന്ന 4 മെഗാസ്പോറിൽ 3 are degenerated and 1 become functional. 3 മെഗാസ്പോർ നശിച്ചു പോയിട്ട് എത്ര മെഗാസ്പോറേ ഉണ്ടാകത്തുള്ളൂ? ഒരു ഫങ്ഷണൽ മെഗാസ്പോർ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഒരു ഫങ്ഷണൽ മെഗാസ്പോർ. അതാണ് ഇത്. ഓക്കെ ആണല്ലോ? ഈ മെഗാസ്പോറിൽ നിന്നുമാണ് എന്തുണ്ടാകുന്നത്? എംബ്രിയോ സാക്ക് ഉണ്ടാകുന്നത്. ഈ മെഗാസ്പോറിൽ നിന്നുമാണ് എംബ്രിയോ സാക്ക് ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതെങ്ങനെയാണ് എംബ്രിയോ സാക്കിന്റെ ഫോർമേഷൻ നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. ഓക്കെ ആണല്ലോ? എംബ്രിയോ സാക്കിന്റെ ഫോർമേഷൻ എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. എനിക്ക് കേൾക്കുക. എന്താ ഞാൻ പറഞ്ഞത്? മെഗാസ്പോർ മദർ സെൽ ഡിവൈഡ് ചെയ്ത് എത്ര മെഗാസ്പോർ ഉണ്ടാവുന്നു? 4 മെഗാസ്പോർ. അതിൽ എത്ര എണ്ണം നശിച്ചു പോകുന്നു? 3 എണ്ണം നശിച്ചു പോകുന്നു. നല്ല പ്രയാസമുള്ള ടോപ്പിക്കാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. 3 എണ്ണം നശിച്ചു പോയിട്ട് എത്ര മെഗാസ്പോറേ ഉള്ളൂ? ഇപ്പോൾ 1 മെഗാസ്പോർ. ഈ 1 മെഗാസ്പോറിൽ നിന്നുമാണ് ഒരു എംബ്രിയോ സാക്ക് ഉണ്ടാകാൻ പോകുന്നത്. എനിക്ക് ചോദിക്കട്ടെ, ഈ അറ്റം അല്ലേ മേൽത്തറ്റം? ഏതാണത്? തുറന്നിരിക്കുന്ന അറ്റത്തെ മൈക്രോപൈൽ. ഈ ഓപ്പോസിറ്റ് അറ്റം എന്താ വിളിക്കാം നമുക്ക്? ചലാസ അല്ലെ? അപ്പൊ നമുക്ക് അത് വെച്ച് തന്നെ പഠിക്കാം അല്ലെ? ഇപ്പൊ എംബ്രിയോ സാക്കിന്റെ മുകൾ ഭാഗം മൈക്രോപൈൽ, താഴ്ഭാഗം എന്താണ്? ചലാസ. ഓവ്യൂളിനകത്തല്ലേ എംബ്രിയോ സാക്ക് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇത് എന്താണ്? മൈക്രോപൈല്. ഇത് ചലാസ. ഈ ഒരു ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് 2 ന്യൂക്ലിയസ് ആണ്. എന്തിന്റെ? 1 മെഗാസ്പോർ ഉണ്ടാവുന്നല്ലേ പറഞ്ഞത്? 4 മെഗാസ്പോർ ഉണ്ടാകുന്നതിൽ 3 എണ്ണം നശിച്ചു പോയിട്ട് 1 മെഗാസ്പോർ ഉണ്ടാകുമെന്നല്ലേ പറഞ്ഞത്? ആ 1 മെഗാസ്പോറിന്റെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് 2 ആയിട്ട് മാറുന്നു. ആ 2 ന്യൂക്ലിയസ് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് 4 ന്യൂക്ലിയേറ്റഡ് ആകുന്നു. ആ 4 ന്യൂക്ലിയസ് വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ മൊത്തം എത്ര ന്യൂക്ലിയസ് കിട്ടും നമുക്ക്? 8 ന്യൂക്ലിയസ് കിട്ടുന്നു. ഒരു എംബ്രിയോ സാക്ക് ഉണ്ടാകുന്ന വിധം പഠിപ്പിക്കുവാണ്. ഒരു മെഗാസ്പോർ മദർ സെല്ലിന്റെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് 2 ന്യൂക്ലിയേറ്റഡ്, 4 ന്യൂക്ലിയേറ്റഡ് and finally 8 ന്യൂക്ലിയേറ്റഡ്. 8 ന്യൂക്ലിയസ് ഉണ്ടാകുന്നത് വരെയാണ് എന്ത്? ഈ ഡിവിഷൻ നിൽക്കും. അവിടെ എത്തുമ്പോൾ നിൽക്കും. ഇപ്പൊ എത്ര ന്യൂക്ലിയസ് ഉണ്ട്? 8 എണ്ണം അല്ലേ? അതിൽ 3 ന്യൂക്ലിയസ് നേരെ എവിടെ പോകുന്നു? മൈക്രോപൈലിലോട്ട് പോകുന്നു. 3 ന്യൂക്ലിയസ് മൈക്രോപൈൽ എന്ന അറ്റത്തേക്ക് പോകുന്നു. 3 ന്യൂക്ലിയസ് ചലാസ എന്ന് പറയുന്ന അറ്റത്തേക്ക് പോകുന്നു. ഓക്കെ ആണല്ലോ? ഇനി എത്ര ഉണ്ട് ബാക്കി? 3 3 6 കഴിഞ്ഞില്ലേ? 2 ന്യൂക്ലിയസ്
ന്യൂക്ലിയസ് സെന്ററിൽ നിൽക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, ഒരു മെഗാസ്പോർ മദർ സെല്ലിന്റെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് 8 ന്യൂക്ലിയസ് ആകുമ്പോൾ ഡിവിഷൻ നിൽക്കുന്നു. ആ 8 ന്യൂക്ലിയസിൽ 3 എവിടെ പോകുന്നു? മൈക്രോപൈലിൽ പോകുന്നു. 3 എവിടെ പോകുന്നു? ചലാസയിൽ പോകുന്നു. 2 എവിടെ നിൽക്കുന്നു? സെന്ററിൽ നിൽക്കുന്നു. ഇപ്പൊ കഴിയും. ഇനി എന്താണ്? സെൽ വാൾ ഫോർമേഷൻ നടക്കണം, അല്ലെ? ഇതിനു ചുറ്റും സെൽ വാൾ ഉണ്ടാകുന്നു. ഓക്കെ ആണല്ലോ? ഇതാണ് സെൽ വാൾ. അങ്ങനെ സെൽ വാൾ ഉണ്ടായിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു എംബ്രിയോ സാക്ക് കിട്ടുന്നു. ഇനി നമ്മൾ ടെക്സ്റ്റിലുള്ള മിസ്റ്റേക്ക് എന്താണ്, അല്ലെങ്കിൽ എന്താ ടെക്സ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഫിഗർ നേരെ തല കീഴായിട്ട് വരയ്ക്കുന്നു. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ലേബിൾ ചെയ്യാം, പക്ഷെ എക്സാമിന് ചോദിക്കുമ്പോൾ എൻസിആർടി ടെക്സ്റ്റിലെ പടമല്ലേ ചോദിക്കുന്നത്. അതുകൊണ്ട് ആ പടം നമുക്ക് എന്ത് ചെയ്യണം? പഠിക്കണം. അതിന് മുന്നിൽ കാര്യം ചെയ്യും, ഇതല്ലേ ലേബിൾ ചെയ്ത് തരാം. നിങ്ങൾക്ക് അറിയാമല്ലോ എംബ്രിയോ സാക്കിനകത്ത് എന്താണ് വേണ്ടത്? എഗ് ആണ് വേണ്ടത്. ആ എഗ്ഗിനകത്ത് ഏതാന്ന് പറയട്ടെ. ഇതാണ് എഗ്. അതെന്താണ് എഗ് എന്ന് പറയട്ടെ. എഗ് എല്ലായ്പ്പോഴും ഏത് അറ്റത്തിരിക്കണം? മൈക്രോപൈൽ എന്ന അറ്റത്തിരിക്കണം. അതെന്തിനാണ് എഗ് എല്ലായ്പ്പോഴും മൈക്രോപൈലിൽ ഇരിക്കേണ്ടത്? പറയട്ടെ. ഈ ആണിന്റെ പോളങ്ങേസ് കയറി വരേണ്ട ഇല കൂടെയാണ് മൈക്രോപൈൽ എന്ന് പറഞ്ഞ തുറന്നിരിക്കുന്ന സ്ഥലത്തുകൂടെയാണ്, അല്ലെ? സ്റ്റിഗ്മയിലെത്തി സ്റ്റൈലിൽ കൂടെ ഓവറിക്കകത്തു കൂടി, ഒവേറിയൻ ക്യാവിറ്റിക്ക് അകത്തു കൂടി, പ്ലാസന്റയ്ക്ക് അകത്തു കൂടി, ഓവ്യൂളിന്റെ മൈക്രോപൈലിൽ കൂടി എംബ്രിയോ സാക്കിലേക്ക് കയറിയിട്ട് വേണ്ടേ എഗ്ഗുമായി കൂടിച്ചേരാൻ? അപ്പൊ തുറന്നിരിക്കുന്ന അറ്റത്ത് കൂടിയല്ല വരുത്തുള്ളൂ. വന്നാൽ ഉടനെ നമ്മുടെ മെയിൽ ഗ്യാമീറ്റ് ആരെ കണ്ടുമുട്ടണം? എഗ്ഗിനെ കണ്ടുമുട്ടണം. അങ്ങനെ കണ്ടുമുട്ടണമെങ്കിൽ എഗ്ഗ് എല്ലായ്പ്പോഴും തുറന്നിരിക്കുന്ന സ്ഥലത്തിരിക്കണം, അല്ലെ? ഡോറിന്റെ അടുത്ത് അല്ലെങ്കിൽ വരുന്ന വാതിലിന്റെ അടുത്ത് തന്നെ ഇരിക്കണം, അല്ലെ? അപ്പൊ അങ്ങനെ മൈക്രോപൈലിൽ അവിടെ തന്നെ ആയിരിക്കണം ആരെപ്പോഴും എഗ്ഗ്. അപ്പൊ പടം തലതിരിച്ച് വരയ്ക്കുമ്പോൾ മൈക്രോപൈലിന്റെ അടുത്ത് ആരുണ്ടെന്ന് ഓർക്കുക, എഗ്ഗ് ഉണ്ടെന്ന് മാത്രം പഠിച്ചാൽ മതി, അല്ലെ? പടം തലതിരിച്ച് എഴുതാൻ നിൽക്കട്ടെ, നമുക്ക് ബാക്കി ലേബിൾ ചെയ്യാം. എഗ്ഗിന്റെ കൂടെ എത്ര സെല്ലുണ്ട്? 2 സെല്ലുണ്ട്, അല്ലെ? ആ 2 സെല്ലുകളെ വിളിക്കുന്ന പേരാണ് സൈനർജിഡുകൾ, സൈനർജിഡ്സ്. അപ്പൊ എന്തൊക്കെയുണ്ട്? ഒരു എഗ്ഗും 2 സൈനർജിഡ്സും. എവിടെയാ? മൈക്രോപൈലില്. ഓക്കെ ആണല്ലോ? ഒരു എഗ്ഗും 2 സൈനർജിഡ്സും. ഇതിനെ രണ്ടിനെയും കൂടെ, അതായത് സൈനർജിഡുകളെയും എഗ്ഗുകളെയും കൂടെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എഗ് അപ്പാരറ്റസ്. അപ്പൊ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ പോലെ. എഗ് അപ്പാരറ്റസ് എല്ലാ പ്രാവശ്യവും എവിടെയാണ് ഇരിക്കുന്നത്? എല്ലാ പൂവിന്റെയും എവിടെയാണ് ഇരിക്കുന്നത്? മൈക്രോപൈൽ എന്ന് പറയുന്ന അറ്റത്താണ് ആയിരിക്കുന്നത്? എഗ് അപ്പാരറ്റസ് ഇരിക്കുന്നത്. എഗ് അപ്പാരറ്റസിൽ ആരൊക്കെ ഉണ്ട്? ഒരു എഗ്ഗും 2 സൈനർജിഡ്സും. അപ്പൊ മൈക്രോപൈൽ അവിടെ നിൽക്കട്ടെ. ഈ അറ്റം ഏതാണ്? ചലാസ. ചലാസയിൽ എത്ര സെല്ലുണ്ട്? 3 സെല്ല്. ആ 3 സെല്ലിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ആന്റിപോഡൽസ്. എന്ത് വിളിക്കുന്നു? ആന്റിപോഡലുകൾ, ആന്റിപോഡൽസ്. ഓക്കെ ആണല്ലോ? അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? 3 cells are grouped at egg, micropyle are called egg apparatus. 3 cells are grouped at micropyle are called egg apparatus. 3 cells are grouped at chalasa called antipodals. അല്ലെ? ചലാസയിലുള്ള 3 സെല്ലിന്റെ പേരെന്താണ്? ആന്റിപോഡൽസ്. ഇനി നടുക്ക് വലിയൊരു സെല്ലുണ്ട്. ആ വലിയ സെല്ലിന്റെ പേരാണ് സെൻട്രൽ സെല്ല്. എന്ത് വിളിക്കുന്നു? സെൻട്രൽ സെല്ല്. അതിൽ എത്ര ന്യൂക്ലിയസ് ഉണ്ട്? 2 ന്യൂക്ലിയസ്. ആ 2 ന്യൂക്ലിയസിനെ വിളിക്കുന്ന പേരാണ് പോളാർ ന്യൂക്ലിയൈ. എന്തുകൊണ്ടാണ് ന്യൂക്ലിയൈ എന്ന് വിളിക്കുന്നത്? ന്യൂക്ലിയസിന്റെ പ്ലൂറല്, അല്ലെ? 2 എണ്ണം ഉണ്ട്. സോ പോളാർ ന്യൂക്ലിയൈ. അപ്പൊ ഒരു എംബ്രിയോ സാക്കിന്റെ ഫിഗർ മനസ്സിലായല്ലോ. ഒരു എംബ്രിയോ സാക്കിൽ എന്തൊക്കെയുണ്ട്? ഒരു എഗ് ഉണ്ട്, 2 സൈനർജിഡ്സ് ഉണ്ട്, 2 പോളാർ ന്യൂക്ലിയസ് ഉണ്ട്, 3 ആന്റിപോഡൽസ് ഉണ്ട്. ഓക്കെ. ഇനി നമുക്ക് ഈ ഫിഗർ ജസ്റ്റ് ഒന്ന് തലകീഴായിട്ടുള്ള, അല്ലെ, ഇൻവെർട്ടഡ് ആയിട്ടുള്ള പടം നമുക്ക് നോക്കാം. എന്ത് വരും? അപ്പൊ എന്ത് വരും? ഈ മൈക്രോപൈൽ വരെ താഴെ വരുന്നു മൈക്രോപൈൽ. ഇവിടെ എന്ത് വരുന്നു? ചലാസ വരുന്നു. മൈക്രോപൈലിന്റെ ഓപ്പോസിറ്റ് എപ്പോഴും എന്താ? ചലാസ.
ഇനി നിങ്ങൾ പറഞ്ഞേ, ഇവിടെയാണോ എഗ് വരയ്ക്കേണ്ടത് അതോ മൈക്രോപൈലിലാണോ? മൈക്രോപൈലിൽ. കാരണം എന്താ? മൈക്രോപൈലിലെ തുറന്നിരിക്കുന്ന അറ്റം. അപ്പൊ എഗ്ഗും സൈനർജിഡ്സും എവിടെ വരുന്നു? എവിടെ വരുന്നു? മൈക്രോപൈൽ എന്ന് പറഞ്ഞ അറ്റത്ത് വരുന്നു. പോളാർ ന്യൂക്ലിയർ നടുക്കാണ്. ചലാസയിലുള്ള 3 സെല്ലിന് എന്താ പറയുന്നത്? ആന്റിപോഡൽസ് അല്ലെ? അപ്പൊ ആ ഫിഗർ ഒന്ന് തലതിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഫോർമേഷൻ നോക്കുമ്പോൾ നമ്മൾ മൈക്രോപൈൽ തുടങ്ങുവാണെങ്കിലും അല്ലെ, പിന്നെ ലാസ്റ്റ് ഉണ്ടാകുന്ന പടം എന്ത് ചെയ്യുന്നു? ഒന്ന് തല കീഴായിട്ട് വരയ്ക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മള് നേരെ നിൽക്കുമ്പോ എന്താ, തല മുകളിൽ കാല് താഴെയാണ്. നമ്മൾ തല കുത്തി നിൽക്കുമ്പോഴോ മീനത്തെ തല എവിടെ വരും? താഴെ വരും. അല്ലാതെ എപ്പോഴും മുകളിൽ തല എന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ എപ്പോഴും മുകളിൽ മൈക്രോപൈൽ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഈ പടം തലകീഴായിട്ട് വരുന്ന സമയത്ത് മൈക്രോപൈൽ എവിടെ വരും? മുകളിലത്തെ മൈക്രോപൈൽ താഴെ വരും. അപ്പൊ അതിനകത്തിരിക്കുന്ന സാധനം മൈക്രോപൈലിന്റെ കൂട്ടിരിക്കുന്നവർ താഴെ വരും. കണ്ടോ? അതാ പറഞ്ഞത്, ഫിഗർ തലകീഴായിട്ട് വരും. ഓക്കെ, അപ്പൊ ഇതൊന്ന് ലേബിൾ ചെയ്യാം. ഇതെന്താണ്? എഗ്. ഇതെന്താണ്? സൈനർജിഡ്സ്. ഇതെന്താണ്? പോളാർ ന്യൂക്ലിയൈ. ചലാസയിലുള്ള 3 എന്താണ്? ആന്റിപോഡൽസ്. ഈ വലിയ സെല്ലിന്റെ പേരെന്താണ്? സെൻട്രൽ സെല്ല്. ഇനി ഞാൻ ഒരു പാർട്ടും കൂടെ പറയാനുള്ളത്, ഈ സൈനർജിഡ്സിനകത്ത് ഇങ്ങനെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. നമ്മുടെ വിരലുകളുടെ കൂട്ട് പ്രൊജക്ഷൻ ഇരിപ്പുണ്ട്. അത് ലേബൽ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് ഫിലിഫോം അപ്പാരറ്റസ്. ഈ എംബ്രിയോസാക്കിന്റെ ഫിഗർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ലേബൽ ചെയ്യാൻ. അപ്പൊ അവിടെ ചോദിക്കുന്ന ചോദ്യമാണ്, സൈനർജിഡ്സിൽ കാണപ്പെടുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷന്റെ പേരെന്താണ്? ഫിലിഫോം അപ്പാരറ്റസ്. അതിന്റെ ജോലി ഒന്ന് ആലോചിച്ച് പറയാൻ പറ്റുന്നുണ്ടോ? ആരാണ് ഇങ്ങോട്ട് കടന്നു വരേണ്ടത്? ആരാ കടന്നു വരേണ്ടത്? പോളൻ ഗ്രെയിൻസ് അല്ലേ? ആ പോളൻ ഗ്രെയിൻസ് വരുമ്പോ ആ പോളൻ ഗ്രെയിൻസിനെ എങ്ങോട്ട് തന്നെ നയിക്കണം. എവിടേക്കാണ് പോളൻ ഗ്രെയിൻസ് വരുന്നത്? എഗ്ഗിന്റെ അടുത്തേക്ക് അല്ലെ? അപ്പൊ ആ വരുന്ന മെയിൽ ഗാമീറ്റിനെ എങ്ങോട്ട് നയിക്കുന്നു? എഗ്ഗിലേക്ക് നയിക്കണം. ഇങ്ങോട്ടോ വഴിക്ക് പോകാതെ ഗൈഡ് ചെയ്യുക എന്നുള്ള ജോലിയാണ് ആർക്കുള്ളത്? ഫിലിഫോം അപ്പാരറ്റസിനുള്ളത് അല്ലെ? ഇത് ചോദിച്ചിട്ട് ഇതിന്റെ പേര് ചോദിക്കും, ഫിലിഫോം അപ്പാരറ്റസ്. ബി എന്താ ചോദിക്കുന്നത്? അതിന്റെ ഫംഗ്ഷൻ ചോദിക്കുന്നു. എന്താണ് അതിന്റെ ഫംഗ്ഷൻ? ഇറ്റ് ഗൈഡ്സ് ദ ഇൻകമിംഗ് പോളൻ ഗ്രെയിൻസ് ടുവേർഡ്സ് ദ എഗ് അല്ലെ? വരുന്ന പോളൻ ഗ്രെയിൻസിനെ എഗ്ഗിന്റെ അടുത്തേക്ക് നയിക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ഫിലിഫോം അപ്പാരറ്റസിന്റെ ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? എംബ്രിയോസാക്ക് പഠിച്ചു. എംബ്രിയോസാക്കിനകത്ത് ആരുണ്ട്? എഗ് കണ്ടല്ലോ. അപ്പൊ ഫീമെയിൽ കഴിഞ്ഞില്ലേ? നമുക്ക് ഒന്നുകൂടെ പറയാം. എന്താ പറഞ്ഞത്? ഓവ്യൂളിനകത്ത് ആരുണ്ട്? മെഗാസ്പോർ മദർ സെൽ ഉണ്ട്. ഈ മെഗാസ്പോർ മദർ സെല്ല് ഡിവൈഡ്സ് ടു ഫോം 4 മെഗാസ്പോർസ്. Out of the 4 megaspores, 3 are degenerated and 1 become functional megaspore. Okay, the nucleus of the functional megaspore divides to form 2 nucleated, 4 nucleated and 8 nucleated. Out of these 8 nucleus, 3 are moved towards micropyle end, 3 moved towards chalasa and 2 are located at the center. And finally, cellular formation takes place and forms എത്ര സെല്ല് ആൻഡ് ഫോംസ് എന്നാലോചിച്ച് പറയാം. എത്ര സെല്ല് ഉണ്ടെന്ന്? 7 സെല്ല്. എത്ര സെല്ലാണ്? 7 സെല്ല്. നമുക്കൊന്ന് നോക്കാം ഏതൊക്കെ 7 സെല്ലെന്ന്. 3 സെല്ല് ഏതൊക്കെയാണ്? ആന്റിപോഡൽസ് അല്ലേ? 3 സെല്ല്, 2 സൈനർജിഡ്സ് വരുന്നു, 1 എഗ് വരുന്നു. അപ്പൊ 3 സെല്ല്, ഇവിടെ താഴെയും 3 സെല്ല്, 6 സെല്ല് അല്ലേ? നടുക്കൊരു വലിയ സെല്ല്, എന്താണ്? 7 സെല്ല്. അവ ചോദിക്കട്ടെ, ഒരു എംബ്രിയോസാക്കിൽ എത്ര സെല്ലുണ്ട്? 7 സെല്ല്. എങ്കിൽ അടുത്ത ചോദ്യം, ഒരു എംബ്രിയോസാക്കിൽ എത്ര ന്യൂക്ലിയസ് ഉണ്ട്? 8 ന്യൂക്ലിയസ്. ഒരു എംബ്രിയോസാക്കിൽ എത്ര ന്യൂക്ലിയസ് ഉണ്ട്? 8 ന്യൂക്ലിയസ്. അതെങ്ങനാ 7 സെല്ലിനകത്ത് 8 ന്യൂക്ലിയസ് വരുന്നത്? ഒരു സെല്ലിൽ എത്ര ന്യൂക്ലിയസ് വരുന്നുണ്ട്? നടുക്കത്തെ വലിയ സെൻട്രൽ സെല്ലില് എത്ര ന്യൂക്ലിയസ് വരുന്നുണ്ട്? 2 ന്യൂക്ലിയസ് അല്ലെ? നമുക്ക് നോക്കാം. 1 ന്യൂക്ലിയസ്, 2 ന്യൂക്ലിയസ്, 3 ന്യൂക്ലിയസ് ആന്റിപോഡൽസിന്റെ.
4 5 പോളാർ ന്യൂക്ലിയസ് രണ്ടെണ്ണം പോയി. 6 ഒരു സൈലൻസിന്റേത്, 7 മറ്റൊരു സൈലൻസിന്റേത്, 8 എഗ്ഗിന്റെ ന്യൂക്ലിയസ് അല്ലെ. അപ്പൊ 7 സെല്ലും 8 ന്യൂക്ലിയസുമാണ് എവിടെയുള്ളത്? ഒരു എംബ്രിയോ സാക്കിനകത്തുള്ളത്. സോ എ മെച്യൂർ എംബ്രിയോ സാക്ക് ഈസ് 7 celled and 8 nucleated. ഓക്കെ ആണല്ലോ. ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഇത്രയും വലിയൊരു എംബ്രിയോ സാക്ക് ഉണ്ടായത് എത്ര മെഗാസ്പോറിൽ നിന്നുമാണ്? 4 മെഗാസ്പോറിൽ നിന്നാണോ? അല്ല, 4 എണ്ണം ഉണ്ടാകും, പക്ഷെ 3 എണ്ണം എന്ത് ചെയ്ത് പോകും? നശിച്ചു പോകും അല്ലെ. ഇപ്പൊ ഞാൻ പറയാം, 4 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം, അതിൽ ഒരു കുട്ടിക്ക് മാത്രം ഫുൾ എ പ്ലസ് കിട്ടിയെങ്കിൽ നമ്മൾ പറയൂ 4 പേർക്കും ഫുൾ എ പ്ലസ് കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 4 കുട്ടികളിൽ 3 പേര് ഫെയിൽ ആയി പോയി വെക്കുക, ഒരാൾക്ക് മാത്രം ഫുൾ എ പ്ലസ് എങ്കിൽ 4 കുട്ടികളിൽ ആര് മാത്രമേ വിജയിച്ചുള്ളൂ? ഒരാള്. അതുപോലെ 4 മെഗാസ്പോറിൽ 3 മെഗാസ്പോർ അങ്ങ് നശിച്ചു പോകും. 1 മെഗാസ്പോറിൽ നിന്നുമാണ് ഈ ഒരു വലിയ റിസൾട്ട് ഉണ്ടാക്കിയത്. ഏത് റിസൾട്ട്? എംബ്രിയോ സാക്ക് എന്ന് പറയുന്ന ഒരു റിസൾട്ട് ഉണ്ടാക്കിയത് അല്ലേ. അതുകൊണ്ട് എംബ്രിയോ സാക്കിന്റെ ഫോർമേഷനെ വിളിക്കുന്ന പേരാണ് മോണോസ്പോറിക് ഡെവലപ്മെന്റ്. എന്താണ് മോണോസ്പോറിക് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ? എന്താണ് മോണോസ്പോറിക് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ? ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ആൻ എംബ്രിയോ സാക്ക് ഫ്രം എ സിംഗിൾ മെഗാസ്പോർ. ഒരു മെഗാസ്പോറിൽ നിന്നും, കേക്ക്, ഒരു മെഗാസ്പോറിൽ നിന്നും ഒരു എംബ്രിയോ സാക്ക് ഉണ്ടാകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മോണോസ്പോറിക് ഡെവലപ്മെന്റ്. മോണോ എന്ന് വെച്ചാൽ എന്താ? ഒന്ന്, സ്പോറിക് എന്ന് വെച്ചാൽ മെഗാസ്പോർ. മോണോസ്പോറിക്, ഒരു മെഗാസ്പോറിൽ നിന്നും ഒരു എംബ്രിയോ സാക്ക് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? മോണോസ്പോറിക് ഡെവലപ്മെന്റ്. എന്താണ് മെഗാസ്പോറോജനസിസ്? മെഗാസ്പോർ മദർ സെല്ലിൽ നിന്നും 4 മെഗാസ്പോർ ഉണ്ടാകുന്ന പ്രോസസ്സാണ് മെഗാസ്പോറോജനസിസ്. ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മെഗാസ്പോർസ് ഫ്രം മെഗാസ്പോർ മദർ സെൽ. ആ 4 മെഗാസ്പോറിൽ 3 എണ്ണം നശിച്ചിട്ട് 1 മെഗാസ്പോറിൽ നിന്നുമാണ് ഒരു എംബ്രിയോ സാക്ക് ഉണ്ടാകുന്നത്. ആ 1 മെഗാസ്പോറിൽ നിന്നും ഒരു എംബ്രിയോ സാക്ക് ഉണ്ടാകുന്ന ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? മോണോസ്പോറിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇത്രയാണ് എന്തിന്റെ പഠിക്കാനുള്ളത്? എംബ്രിയോ സാക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ബുക്ക് കൊണ്ടുവരുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഇതെല്ലാം ചെക്ക് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും. പിന്നീട് ഫീസിന്റെ കാര്യം നമ്മൾ ഗ്രൂപ്പിൽ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഈ വീഡിയോ കിട്ടുമ്പോഴത്തേക്ക് കുറെ കുട്ടികൾ അടയ്ക്കാനുണ്ടായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഫീസ് എത്രയും പെട്ടെന്ന് സ്ഥാപനത്തിൽ അടയ്ക്കുക. കാരണം നമ്മൾ എല്ലാ ദിവസവും അല്ലെ 6 ദിവസവും ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും പുറത്തുള്ള അധ്യാപകരല്ല വന്ന് ക്ലാസ് എടുക്കുന്നത് എന്ന് വെച്ചാൽ യൂട്യൂബിൽ കിടക്കുന്ന ക്ലാസ് കോപ്പി ചെയ്തിരുവല്ല. നമ്മുടെ സെന്ററിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള സാറന്മാരുടെ ക്ലാസ്സുകൾ മാത്രമേ നിങ്ങൾക്ക് തരുന്നുള്ളൂ അല്ലെ. അതുകൊണ്ട് അവര് സ്ഥാപനത്തിൽ വന്നാണ് ക്ലാസ് എടുക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ലാതെ വീട്ടിൽ ഇരുന്ന് അയച്ചു തരുവല്ല. അപ്പോൾ അതിനെല്ലാം എക്സ്പെൻസ് ഉണ്ട്. അതിനാൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന തുക അത് അഡ്മിഷൻ ഫീസ് പോലും അല്ല. ഒന്നും മേടിച്ചിട്ടില്ല അഡ്മിഷൻ ഫീസ് നിങ്ങളുടെ കയ്യിൽ നിന്ന്. നമ്മൾ തരുന്ന ഓൺലൈൻ ക്ലാസ്സിന് അല്ലെ, ആ തുകയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കൊണ്ടുവന്ന് അടയ്ക്കേണ്ടത്. സോ അടുത്ത ക്ലാസ്സിൽ ബുക്ക് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആ ഫീസ് തൽക്കാലം അടയ്ക്കുക. നമുക്ക് ബാക്കി വരുന്ന ഫീസിലൊക്കെ അതെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. അതെന്തായാലും കൊണ്ടുവന്ന് ക്ലോസ് ചെയ്യണം. നന്നായിട്ട് പഠിച്ചിട്ടേ വരാവുള്ളൂ. സെക്കൻഡ് റൗണ്ട് ബുക്ക് ചെക്കിന് വരുമ്പോഴത്തേക്ക് ഇതുവരെയുള്ള എല്ലാ വീഡിയോ ക്ലാസ്സും പഠിച്ചിട്ട് വരിക. അധ്യാപകർ സെന്ററിൽ കാണും, അവര് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.